ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡീസ്. അപ്പം നമ്മുടെ പുതിയ ഒരു സീരിയലിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് പുതിയൊരു സീരിയൽ ഇപ്പോൾ വന്നിട്ടുണ്ട്, പവിത്രം. എന്തുകൊണ്ടും ഇച്ചിരി ബെറ്റർ ആണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു റിവ്യൂ ഇടുന്നതാണ്. അപ്പം പവിത്രത്തിൻ്റെ പുതിയ ഒരു ഭാഗത്തിലേക്കാണ് ഏവർക്കും സുസ്വാഗതം. ഞാൻ നമ്മുടെ വേദയുടെ വിക്രം വേദയ്ക്ക് താലി ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ വേദ ആ താലി അഴിച്ചു മാറ്റാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ ജില്ലാ ജഡ്ജിൻ്റെ മകളാണ് നമ്മുടെ വേദ. പക്ഷേ ആ താലി അവളുടെ അച്ഛനോ വീട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ പറഞ്ഞിട്ടൊന്നും അത് അഴിച്ചു മാറ്റാതെ അവളുടെ കുടുംബം എന്ന് പറയുന്നത്, അവളുടെ വീടെന്ന് പറയുന്നത് വിക്രമിൻ്റെ വീടാണെന്ന് പറഞ്ഞ് നമ്മുടെ സുധാകരൻ മാഷിൻ്റെയും കമല എന്ന് പറയുന്ന അതായത് വിക്രമിൻ്റെ അമ്മ കമലയും അച്ഛൻ സുധാകരൻ മാഷുമാണ്. അങ്ങനെ അവിടേക്ക് നമ്മുടെ വേദ എത്തുകയാണ്. വേദ എത്തപ്പെടുമ്പോൾ ഇവരാരും അത് അംഗീകരിക്കുന്നില്ല. വിക്രം തന്നെ അവളോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. വീട്ടിലേക്ക് കയറ്റാനും ആരും തയ്യാറായിട്ടില്ല. അങ്ങനെ അവൾ പോകത്തില്ല എന്നും പറഞ്ഞ് വീടിൻ്റെ മുൻവട്ടത്ത് തന്നെ അങ്ങ് ചെന്നിരിക്കുകയാണ്. ഒരേപോലെ കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ട് ആ ഇരിപ്പ് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ വേദ അവിടെ എത്തിയെന്ന് പറഞ്ഞ് വേദയുടെ അമ്മയും ആങ്ങളമാരും നാത്തൂനൊക്കെ വന്ന് വേദയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവരോട്, നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും തരാമെന്ന്. അപ്പോൾ ക്യാഷൊന്നും ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധാകരൻ മാഷും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് വേദയെ അവർ മാറി പലവട്ടം വിളിച്ചിട്ടും നമ്മുടെ വേദ പോകാൻ തയ്യാറായിട്ടില്ല. വേദ പറയുന്നത്, എനിക്ക് താലി കെട്ടിയ പുരുഷനാണ് വിക്രം, അപ്പോൾ വിക്രമിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത്, എൻ്റെ വീടെന്ന് പറയുന്നത് ഇനി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വേദ അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. കാര്യം നിങ്ങളുടെ കൂടെ ഇനി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ കഴിയത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് വേദ അവളുടെ ഫാമിലിയെ തിരിച്ചു വിടുകയാണ്. എന്നിട്ടും വേദ ആ രാത്രി മുഴുവനും മഴയൊക്കെ വന്നിട്ടും ആ രാത്രി മുഴുവനും അവിടെ നിന്ന് മുഴുവൻ മഴയൊക്കെ നനഞ്ഞ അവസാനം അവൾ മഴയെല്ലാം നനഞ്ഞ് അങ്ങനെ ആ ഇരിക്കുന്ന ഒരു എപ്പിസോഡിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിലും പിറ്റേന്ന് കാണിക്കുന്നത് അവൾ ആ സൈഡിൽ നമ്മുടെ വിക്രമിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഒരു ചായ്പ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിങ്ങനെ ചാരിയിരിക്കുകയാണ്. കുറേ സമയം ഇരിക്കുമ്പോൾ നമ്മുടെ വിക്രമിൻ്റെ പെങ്ങളമാർ നമ്മുടെ ശ്രീജേച്ചിയും നന്ദിനിയൊക്കെ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ കാണുന്നില്ല വേദ പോയെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ തിരിയുമ്പോൾ തന്നെ നമ്മുടെ നന്ദിനി കാണുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇല്ല പോയിട്ടില്ല, അത് ഇവിടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവർ എന്നെ വിളിക്കുന്നുണ്ട്, വിക്രം നീ ഇത് എവിടെ എങ്ങോട്ടോ പുറത്തേക്ക് ഇറങ്ങി വന്ന്. നമ്മുടെ വിക്രമാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു കെറ്റിലൊക്കെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കട്ടനൊക്കെ ഇട്ട് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ഇവരുടെ വിളി കേൾക്കുമ്പോൾ തന്നെ അയാൾ ആ വാതിലൊക്കെ തുറന്ന് വിക്രം പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ പറയുന്നുണ്ട്, ദേ നീ എന്തിനാ പുറത്തേ ഇരുത്തിക്കുന്നത്, നീ പിടിച്ചകത്തേക്ക് നിൻ്റെ റൂമിലേക്ക് കയറ്റാത്തെന്താ എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴേ വീണ്ടും കാണുന്നത്. അങ്ങനെ ഇവൻ വന്ന് വിളിച്ചിട്ടൊന്നും അവളൊന്നും കേൾക്കുന്നില്ല, നല്ല മയക്കത്തിലാണ്, മഴയെല്ലാം നനഞ്ഞല്ലേ ഇരിക്കുന്നത്. അന്നേരം പിന്നെ ഇവൻ എന്ത് ചെയ്യും, ആ ബ്ലാക്ക് ടീയും കൊണ്ട് അവളടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് കുറച്ച് വെള്ളം മുഖത്തേക്ക് തളിച്ചു കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ണുറക്കും. എന്നിട്ട് പറയുകയാണ്, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്, നീ വീണ്ടും പോയില്ലല്ലേ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, നീ ആരെന്ന് വേതാളത്തിനെ പോലെ കടിച്ചു തൂങ്ങി കിടക്കാമെന്നാണോ നിൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാ ഇത് കുടിക്കുന്നു. അപ്പോൾ പറയില്ല എനിക്ക് വേണ്ടാന്ന്. അതെന്താടി കുടിച്ചാലെന്നൊക്കെ പറഞ്ഞ് വിക്രം നല്ല ദേഷ്യപ്പെടുമ്പോൾ പറയുന്നുണ്ട്, തണുത്തിരിക്കുകയല്ലേ, ഇത് കുടിച്ചാൽ ഇത് ദേഹത്തേക്ക് വീണാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവൾ കുറച്ച് കഴിഞ്ഞ് ആ ബ്ലാക്ക് കോഫി ഇങ്ങനെ മേടിച്ചിട്ട് അവൻ്റെ കാലിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം അവൻ്റെ പെങ്ങൾമാർ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവൻ ആ വേദന കൊണ്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുമുണ്ട്. ചൂട് വെള്ളം വീണതിൻ്റെ ഒരു വേദനയാണ്. അപ്പോൾ അന്നേരം വേദ പറയുന്നുണ്ട്, ഇപ്പം എല്ലാവരും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാലിലല്ല മുഖത്തൊഴിക്കാനാണ് ഇരുന്നതെന്ന്. അപ്പോൾ അവനൊന്ന് അന്താളിച്ച് പോകുന്നുണ്ട്, അയ്യോ ഇങ്ങനെയൊക്കെയാണോ ഇവൾ പറയുന്നതെന്നൊക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേദ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ വീണ്ടും മുറ്റത്ത് ചെന്ന് വീണ്ടും ഫ്രണ്ടിൽ തന്നെ ആ ഇരിപ്പിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ സങ്കടം തോന്നുന്നുണ്ട് നമ്മുടെ നന്ദിനി എന്ന് പറയുന്ന ആ പെങ്ങൾക്ക്. ഇത്തിരി വേദയോട് ചെറിയൊരു അടുപ്പമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ പോകാൻ നോക്കി, ഇവിടെ ഒന്നും ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടിട്ട് അവനും കയറിയകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ മാഷ് ക്ലാസ്സിലേക്ക് പോകുന്നതിനൊക്കെ ആയിട്ട് ഇറങ്ങുന്നതിനാണ്. അപ്പോൾ കമലയോട് പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങുകയാണ്, നേരത്തെയാണ് പോകുന്നത്, സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ കമല പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മാഷ്, ഇതേ കണ്ടില്ല, കുട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ടെന്നത്, ഇതുവരെ പോയില്ലെന്നൊക്കെ പറഞ്ഞ് മാഷ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് മാഷ് എന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ രണ്ട് പെങ്ങളന്മാരും അവരുടെ ഭർത്താക്കന്മാരും കമലയും എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാര്യം ആ വീട്ടിലെ അവസാന വാക്കെന്ന് പറയുന്നത് നമ്മുടെ മാഷാണ്. അങ്ങനെ മാഷ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ട് വേദയോട് പറയുകയാണ്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോ, അവന് ഒരു വല്ലാത്ത സ്വഭാവമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിക്രമിനെ കുറ്റപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട്. നീ അതൊക്കെ ഒന്ന് മറന്നിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇല്ല പറ്റത്തില്ല, എൻ്റെ വീടെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്, ഇപ്പോൾ എന്നെ അംഗീകരിക്കാത്തവർ
അവർ ഒരു ദിവസം എന്നെ അംഗീകരിക്കും, എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ച് എന്നെ അകത്തേക്ക് ക്ഷണിക്കും എന്നൊക്കെ പറയുകയാണ്. അന്നേരം സുധാകരൻ മാഷ് പിന്നെ വേറെയോടൊന്നും സംസാരിക്കാതെ തിരിച്ച് കമലയോടൊന്ന് പറയുകയാണ്, ഇത് ഞാൻ ഇനി തിരിച്ച് വരുമ്പോൾ ഇവിടെ ഉണ്ടാവരുത്, എന്താണെന്ന് വെച്ചാൽ നീ തന്നെ ഒരു തീരുമാനം എടുത്തതിനേക്ക് പരിഹാരം കണ്ടോണമെന്നൊക്കെ പറഞ്ഞ് അയാൾ പോവുകയാണ്. എന്നിട്ട് പോകുന്ന വഴിക്ക് സൈക്കിളിൽ പോകുന്ന സമയത്ത് തന്നെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ആ മാഷേ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, ജില്ലാ ജഡ്ജിൻ്റെ മകളെ തന്നെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഒരു ചെറിയ നോവോട് കൂടി മാഷ് അവിടെ നിന്ന് അങ്ങ് മാറി പോവുകയാണ്. എന്നിട്ട് സൈക്കിൾ ഓടിച്ചങ്ങ് പോകും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മീൻ വിൽപ്പനക്കാരി അവിടേക്ക് വരുന്നുണ്ട്. മീൻ വിൽപ്പനക്കാർ വരുമ്പോൾ ഇങ്ങനെ മീനെന്നൊക്കെ വിളിച്ച് വരുമ്പോൾ, ഓ ഇതാണല്ലേ ഇങ്ങനെ ജില്ലാ ജഡ്ജിൻ്റെ മകളെയൊക്കെ കൊണ്ടുവന്നത്, ഒരു വലിയ വീട്ടിലെ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞത്, അപ്പോൾ ഇതായിരുന്നു ഈ കൊച്ചിനെ എന്തിനാ മുറ്റത്തേക്ക് നിർത്തിയിരിക്കുന്നത്, ഇതിനെ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൂടി എന്നൊക്കെ പറഞ്ഞ് അവരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ വിക്രമിനെ മാത്രം ത്യജിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാധ എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ, ആ കുട്ടിയാണ്. ആ കുട്ടിക്ക് നമ്മുടെ വിക്രം എന്ന് പറഞ്ഞ ജീവനാണ്. അങ്ങനെ ആ കുട്ടി പറയുകയാണ്, ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അമ്മ മാറി മാറി പറയുകയാണ്, നീ ഇത്രയും കാലം അവൻ്റെ പുറകിൽ നടന്നു, പക്ഷേ അപ്പോഴൊക്കെ നിനക്ക് അവനോട് പ്രേമമാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇനി അവൻ്റെ കല്യാണം കഴിഞ്ഞു, അവനൊരു പെണ്ണിനെ വിളിച്ചിട്ട് വന്നു, താലി കെട്ടിക്കൊണ്ടുവന്നു, പക്ഷേ ഇനിയും നീ അവരുടെ പുറകിലേക്ക് നടന്നാൽ അത് പിന്നെ പ്രേമമെന്നല്ല, അതിന് വേറൊരു വാക്കാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ രാധ അതൊന്നും കേൾക്കുന്നില്ല, ഓട്ടോ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. എന്നിട്ട് ആ രാധയുടെ അമ്മ അച്ഛനോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്, എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് വിക്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അവിടെയുള്ള നമ്മുടെ അനിയൻകുട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ആളുണ്ട്. ആ ആളിനൊക്കെ പറയുകയാണ്, ഇതിപ്പോൾ ശിവൻ്റെ ഭഗവാൻ ശിവനെ പോലെ ആയല്ലോ, ഒരാളെ വിചാരിച്ചു ഒരാൾ താലി കെട്ടി വേറൊരാൾ തലേ കയറി ഇരിക്കുന്നു എന്നുള്ള ഗതിയായെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷയിലെ രാധയുടെ അച്ഛൻ അവിടെ ലെവലില്ലാതെ മദ്യപിച്ച് വരികയാണ്. എന്നിട്ട് അയാളോട് പറയണം, എൻ്റെ മോള് നീ ഇല്ലാതാക്കിയല്ലടാ, എൻ്റെ മോളെ നീ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഈ ഓട്ടോറിക്ഷയുടെ ഈ അച്ഛനെ കൊണ്ടാക്കിയ ആൾ ചെന്ന് പിന്നെ രാധയോട് പറയണം, നിൻ്റെ അച്ഛൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നു എന്ന്. അങ്ങനെ അവൾ ഓടി വന്ന് വർക്ക്ഷോപ്പിൽ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അച്ഛൻ എന്തായി കാണിക്കുന്നത്, അച്ഛൻ ഇതിൻ്റെ വേറെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ പറയണം, എൻ്റെ മോളെ നീ പറ്റിച്ചു, എൻ്റെ മോള് പാവമാണ്, എൻ്റെ മോള് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്, നീ വലിയ വീട്ടിലെ പെണ്ണിനെ കണ്ടപ്പോൾ നീ അങ്ങ് മയങ്ങിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒത്തിരി പറയുന്നുണ്ട്. എന്നിട്ട് അവനെ അടിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. അന്നേരം നമ്മുടെ രാധ പറയുന്നുണ്ട്, വിക്രമേട്ടന് പറ്റിപ്പോയതാണ്, വിക്രമേട്ടൻ അറിയാതെ കെട്ടിയൊരു താലിയല്ലേ, പക്ഷേ അത് വിക്രമേട്ടൻ്റെ വീട്ടിലല്ലേ വന്ന് നിൽപ്പുള്ളൂ, അല്ലാതെ വിക്രമേട്ടൻ്റെ മനസ്സ് കയറാനും നമുക്ക് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വിക്രം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ ആ രീതിയിൽ. അപ്പോൾ അന്നേരം നമ്മുടെ രാധ എന്ത് ചെയ്തും അവൾ അച്ഛനെ പിടിച്ച് വലിച്ച് ഓട്ടയ്ക്കകത്ത് കയറ്റി ഇട്ട് പോവുകയാണ്. അപ്പം ഈ വിക്രമൻ രാധയും ഇങ്ങനെ നോക്കുകയാണ്, രാധയും വിക്രമനെ നോക്കുന്നുണ്ട്, വിക്രമൻ രാധയും നോക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വേദയാണോ ഇനി രാധയാണോ വിക്രമിൻ്റെ മനസ്സിലേക്ക് കയറുന്നതെന്ന് നമുക്കിനി വരും എപ്പിസോഡുകളിൽ നമുക്കറിയാൻ കഴിയും. പിന്നെ മറ്റൊന്നുമല്ല, നമ്മുടെ വേദ എന്തായാലും ആ വീട്ടിൽ നിന്ന് പോകാൻ തയ്യാറാകുന്നതുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മാഷും അല്ലെങ്കിൽ കമല എന്ന് പറയുന്ന വിക്രമിൻ്റെ അമ്മയും ഒക്കെ എന്തായാലും വളരെ സ്നേഹത്തോടെ തന്നെ നമ്മുടെ വേദയെ ഉള്ളിലേക്ക് കയറ്റും എന്നാണ് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പം എന്തായാലും വിക്രമിൻ്റെ ഭാര്യയായി വേദ തന്നെയാണ് ഇരിക്കുന്നത്, അല്ലാതെ രാധയല്ല. പക്ഷേ രാധയ്ക്ക് മാത്രമാണ് വിക്രമിനോട് അങ്ങോട്ടുള്ള ഇഷ്ടം ഉണ്ടായത്. വിക്രം തിരിച്ചൊരു ഇഷ്ടത്തിനോട്ടൊന്നും രാധയുടെ ആ രീതിയിലൊന്നും പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല എന്നൊക്കെയാണ് ഈ എപ്പിസോഡിലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇതാണ് പുതിയ ഒരു പവിത്രം എന്ന സീരിയലിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, സബ്സ്ക്രൈബും തരണം. ഓക്കെ, താങ്ക് യു.